ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് സൺഡേ ആയിട്ട് പുറത്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ പ്രോഗ്രാംസും കാര്യങ്ങളും എന്തൊക്കെയാണ്? അപ്പോൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇന്ന് സൺഡേ ആയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പുറത്ത് പോവാണ്. അപ്പം നമ്മളിന്ന് സിനിമയ്ക്ക് പോവാണ് കേട്ടോ. അതായത് നമ്മുടെ അല്ലു അർജുൻ്റെ പുഷ്പ 2 അത് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നോക്കിയ സമയത്ത് നെഗറ്റീവ് പറയുന്ന റിവ്യൂ ഉണ്ട്, അതുപോലെ പോസിറ്റീവ് പറയുന്ന റിവ്യൂ ഉണ്ട്. അപ്പോൾ എന്തായാലും മറ്റുള്ളവർ പറയുന്ന മാത്രം നമ്മൾ കണ്ണടച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എന്താ നമുക്കും ആ എക്സ്പീരിയൻസ് നമുക്കൊന്ന് അറിയാമല്ലോ. അതുകൊണ്ട് നമുക്കൊന്ന് സിനിമ കണ്ടിട്ട് വരാം ഇവിടെ പോയിട്ട്. അപ്പോൾ അല്ലൂസും ഞാനും പുറത്തെ കാഴ്ചകൾ കാണുന്നുണ്ട്, നല്ല വിജയുടെ പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ സിനിമ എങ്ങനെയായിരിക്കും. കാരണം പുഷ്പ 1 എങ്ങനെയാണ് നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ പുഷ്പ 2 ഇങ്ങനെ നെഗറ്റീവ് പറയുന്നതുകൊണ്ട് എന്തായാലും നമുക്ക് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ ദേവകി സിനിമാക്സിൽ നമ്മൾ എത്തി കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ 6:30 ഷോയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉച്ചത്തെ ഷോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിനിമ കഴിഞ്ഞ് വിട്ടിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ വെയിറ്റിങ്ങിലാണ് നമ്മൾ കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ടു. നമുക്ക് സിനിമ ഹാളിലോട്ട് കയറി ചെല്ലാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ സിനിമയുടെ റിവ്യൂ കേട്ട സമയത്ത് ഞാൻ വിചാരിച്ചു സിനിമയ്ക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊന്നും ഉണ്ടാവില്ല, തിരക്കുണ്ടാവില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ ഗൈസ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അന്തം വിട്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം വണ്ടി പാർക്കിങ്ങിലോട്ട് കയറാൻ അവിടെയുള്ള വണ്ടികളെല്ലാം പോവേണ്ടി വന്നു. അപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൺഫേം ആക്കാണ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരാൾ ശ്രദ്ധിക്കുന്നത് ഫുൾ അവിടെ ഉണ്ടാക്കുന്ന പോപ്കോണിലോട്ടാണ് കേട്ടോ ഗൈസ്. വേറെ ആരുമല്ല, ആദ്യക്കുട്ടൻ്റെ കാര്യമാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൺഫേം ആക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ആദ്യക്കുട്ടി അവിടെ ഇങ്ങനെ പോപ്കോൺ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് അതിപ്പോൾ വേണം എന്നുള്ളതിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ദേവകി സിനിമാക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ചേരി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള ഒരു സിനിമാക്സാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ സിനിമ കാണാൻ വേണ്ടി വരുന്നത് കേട്ടോ ഗൈസ്. സിനിമ കാണാൻ വേണ്ടി ഉള്ളിലോട്ട് നമ്മൾ കയറി. നമ്മൾ സ്റ്റെയറിൻ്റെ മുകളിലുള്ള സീറ്റായിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ആദ്യം കൂടി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിനിമേനെ കുറിച്ച്. അപ്പോൾ ആദ്യക്ക് ഈ സിനിമയിലെ ഡാൻസും കാര്യങ്ങളെല്ലാം ആദ്യക്ക് അറിയാം കേട്ടോ ഗൈസ്. അപ്പോൾ അവന് നല്ലോണം ഇഷ്ടപ്പെട്ട സിനിമയാണ്. രണ്ടായിരം ടണ്ണുമായി ചരക്ക് ലോറികൾ ചെന്നൈ ബോർഡർ കടത്തിയിരിക്കുന്നു. അപ്പോൾ ഗൈസ്, സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കോമഡി ഉണ്ട്, എന്നാൽ ഫയർ ആവേണ്ടടുത്ത് ഫയർ ആവുന്നുണ്ട്. ആ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതും പറയണം സാധനം. അപ്പോൾ ഈ സിനിമ മസ്റ്റ് തിയേറ്ററിൽ പോയിട്ട് കാണാൻ ശ്രമിക്കുക. അത്യാവശ്യം നല്ല സിനിമ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ 2-3 മണിക്കൂർ വെറുതെ പോയി എന്നുള്ള പേടിയൊന്നും വേണ്ട, ക്യാഷ് വെറുതെ പോകും അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. നമുക്ക് അത്യാവശ്യം നല്ല ഫയർ പടം തന്നെയാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല ഫയറായിട്ട് മുന്നോട്ട് പോയി. സെക്കൻഡ് ഹാഫിൽ എത്തിയപ്പോഴേക്ക് ഫുള്ള് കണ്ണീർമഴയായിപ്പോയി ഗൈസ്. അതാണ് സെക്കൻഡ് ഹാഫിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഫഹദും അതുപോലെ അല്ലു അർജുൻ ചെയ്തിട്ടുള്ള ഒരു എഫേർട്ട് അത് നമുക്ക് പറയാതിരിക്കാനേ പറ്റില്ല. കാരണം അത്രയ്ക്ക് നല്ല എഫേർട്ടാണ് അവരിതിൽ എടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എൻഡിങ്ങിലൊരു ഫൈറ്റ് വരുന്നുണ്ട് അല്ലുവിൻ്റെ. അത് സൂപ്പർ കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോ വീണ്ടും വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.